അപ്പൊ ശരിക്കും ഇപ്പം 23 വയസ്സായിരിക്കും അല്ലെ? അപ്പൊ 23 വയസ്സിലാണ് ഈ 4 ബാങ്ക് എക്സാംസ് ക്രാക്ക് ചെയ്തേക്കുന്നത്. എങ്കിൽ ആ 2024 തൊട്ടുള്ള ജേർണി ഒന്ന് നമ്മുടെ കൂടെ പറയാമോ? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? പിന്നെ കണ്ടീഷൻ മാർക്ക് ചെയ്യുമ്പോഴൊക്കെ ഒട്ടും പ്രോപ്പർ ആയിട്ടല്ലായിരുന്നു കണ്ടീഷൻസ് ഒക്കെ മാർക്ക് ചെയ്യുന്ന, റാൻഡമായിട്ട് എഴുതുമായിരുന്നു. പിന്നെ അത് അറേഞ്ച് ചെയ്ത് എഴുതാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കുറച്ച് ചെയ്ത് തന്നപ്പോൾ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ പസിൽസ് സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് രാഹുലിന്റെ ഒരു മോക്ക് ടെസ്റ്റ് സ്ട്രാറ്റജി എന്നുള്ളത് നമ്മുടെ ആസ്പിറൻസിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാം? തുടങ്ങി ഒരു 6 മന്ത്സ് ഫുള്ള് ഞാൻ പ്രിലിംസിന്റെ മോക്ക് ഡെയിലി ചെയ്യുമായിരുന്നു. കറണ്ട് അഫയേഴ്സ് എൻ്റെ ഒരു വീക്ക് സബ്ജക്റ്റ് ആയിരുന്നു. ഒരു 6 മന്ത്സോളം ഞാൻ അത് പഠിച്ചിട്ടില്ല കറണ്ട് അഫയേഴ്സ്. നമ്മുടെ സൈലം ബാങ്കിങ്ങിൽ രാഹുലിന് ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു കാര്യം എന്തായിരുന്നു? അല്ലെങ്കിൽ സൈലം ബാങ്കിങ്ങിൽ ഓൺലൈൻ ക്ലാസ് എടുത്തതിൽ നിന്ന് രാഹുലിന് ഏറ്റവും കൂടുതൽ രാഹുലിനെ സഹായിച്ച ഒരു കാര്യം എന്താ? ഇപ്പം മിസ്സിന്റെ ക്ലാസ്സിൽ തന്നെ കയറുമ്പം മിസ് ടൈമർ ഇട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പം അത് ഈ കമന്റ് സെക്ഷനിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ ഇടുന്നതാണ്. ആദ്യമൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പം തന്നെ ഈ കമന്റ് സെക്ഷനിൽ ആൻസർ കാണും. അപ്പം ഞാനും ആ സ്പീഡിലോട്ട് എത്താൻ പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു ഓൺലൈൻ ക്ലാസ് ആയാലും ഒരു കോമ്പറ്റീഷൻ മനസ്സിലാവും ബാങ്കിങ്ങിനുള്ള. ഇവരോടെല്ലാം അവർക്ക് അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ ഒരു 3 കാര്യം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പറയാൻ പറഞ്ഞ രാഹുൽ എന്ത് പറയും അവരോട്? വളരെയധികം സന്തോഷവും അഭിമാനവും നിറഞ്ഞ നിമിഷത്തിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. 2025 നടന്ന RRB PO, RRB ക്ലർക്ക്, അതേപോലെ തന്നെ SBI ക്ലർക്കും IBPS ക്ലർക്കും ട്രാക്ക് ചെയ്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഹുൽ ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ട്. 4 ബാങ്ക് എക്സാംസ് ആണ് ഈ ഒരു വർഷം കൊണ്ട് രാഹുൽ ക്രാക്ക് ചെയ്തത്. കൺഗ്രാറ്റ്സ് രാഹുൽ, ഐ എം പ്രൗഡ് ഓഫ് യു. അപ്പൊ രാഹുലിനെ പറ്റി അറിയാൻ നമ്മളുടെ ആസ്പിറൻസിന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ രാഹുൽ ഏത് ഇയർ തൊട്ടാണ് ബാങ്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്? അതേപോലെ തന്നെ രാഹുലിന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമോ? ഞാൻ ബിടെക് ആയിരുന്നു, 2024 പാസ് ഔട്ട്. ഓക്കെ, പാസ് ഔട്ട് ആയപ്പം തന്നെ ഞാൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ 2024 പാസ് ഔട്ട് ആയി. അപ്പൊ ആ പാസ് ഔട്ട് ആകുന്ന സമയത്ത് തന്നെ ബാങ്കിങ് കരിയർ ചൂസ് ചെയ്യണം എന്ന് നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഫൈനൽ ഇയർ വെച്ച് SSCക്ക് പോകണമെന്നായിരുന്നു താല്പര്യം. പിന്നെ എൻ്റെ സിലബസ് നോക്കിയപ്പം കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുണ്ട് ബാങ്കിങ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അങ്ങനെയാണ് ബാങ്കിങ്ങിലോട്ട് ചൂസ് ചെയ്തത്. ഇപ്പൊ 2024 പാസ് ഔട്ട് ആണ്. അപ്പൊ ശരിക്കും ഇപ്പം 23 വയസ്സായിരിക്കും അല്ലെ? അപ്പൊ 23 വയസ്സിലാണ് ഈ 4 ബാങ്ക് എക്സാംസ് ക്രാക്ക് ചെയ്തേക്കുന്നത്. എങ്കിൽ ആ 2024 തൊട്ടുള്ള ജേർണി ഒന്ന് നമ്മുടെ കൂടെ പറയാമോ? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? ഫസ്റ്റ് ഞാൻ കോണ്ട് എളുപ്പമെന്ന് പറഞ്ഞാൽ കോച്ചിങ്ങിന് ചേരുന്നത്. പക്ഷെ അത് പഠിച്ചു വന്നപ്പോൾ എനിക്ക് ഇച്ചിരി ടഫായിട്ട് തോന്നി. പിന്നെ റീസണിങ് പ്രിലിംസ് എനിക്ക് ഇച്ചിരി ഈസി ആയിട്ട് തോന്നി. പിന്നെ ഞാൻ കോണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ കുറേ ഷോർട്ട് കട്ട്സ് പഠിച്ചു വെച്ച്. അത് വെച്ച് പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും വേരിയബിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് തൊട്ട് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഷോർട്ട് കട്ട്സ് പഠിക്കാൻ തുടങ്ങി. പിന്നെ മെയിൻസിലോട്ട് വന്നപ്പോൾ നേരെ തിരിഞ്ഞ് റീസണിങ് നല്ല ടഫായിട്ട് എനിക്ക് വന്നു. കോണ്ട് നോർമൽ കണക്ക് പോയി. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം എനിക്ക് നോർമലായിരുന്നു. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2024 രാഹുൽ പ്രിപ്പറേഷൻ ആരംഭിച്ചത്. പക്ഷെ ആ വർഷത്തെ ഒരൊറ്റ പ്രിലിംസ് മാത്രമാണ് കിട്ടിയത്. ഇപ്പോൾ ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് പ്രിലിംസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് മാർക്കുകൾക്ക് പോകുന്നു. അവരൊക്കെ കേൾക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് പെട്ടെന്ന് കിട്ടണം എന്നില്ല. അപ്പോൾ 2024 ഒരു എക്സാമിന്റെ മാത്രം പ്രിലിംസ് കിട്ടി. മെയിൻസ് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അപ്പം അടുത്ത വർഷമായപ്പം എന്തായാലും കിട്ടാഞ്ഞപ്പോൾ ഒരു വിഷമം ഉണ്ടായി കാണും. പക്ഷെ വീണ്ടും ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരണം എന്ന് തോന്നിയില്ലേ? അപ്പൊ 2025 ജേർണി എങ്ങനെയായിരുന്നു? എന്നാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തത്? 25 തന്നെയാണ് ബാച്ച് ജോയിൻ ചെയ്യുന്നത്. ബാങ്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഓൺലൈൻ ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഓൺലൈൻ ആയിട്ട് ഇരുന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുമോ? രാഹുലിന് അവരോട് എന്താ പറയാനുള്ളത്? ഓൺലൈൻ ആയിട്ട് ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ടൈം മാനേജ്മെന്റ് കിട്ടും. രാഹുൽ എങ്ങനെയായിരുന്നു? ലൈവ് ക്ലാസ്സസ് ആയിരുന്നോ കാണുന്നത്? ഇപ്പൊ നമുക്ക് ലൈവ് ക്ലാസ്സസ് ആണ്, അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. രാഹുൽ ഏതാ ഫോളോ ചെയ്തത്? ലൈവ് ആയിരുന്നോ കണ്ടിരുന്നത്, അതോ റെക്കോർഡഡ് സെഷൻസ് ആയിരുന്നോ? രണ്ടും കാണുമായിരുന്നു. ലൈവ് കാണാൻ പറ്റുമ്പോൾ ലൈവ് കാണും, അല്ലാത്തപ്പോൾ റെക്കോർഡഡ് ഇരുന്ന് കാണും. ഇപ്പൊ ഈ 4 എക്സാംസ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ ഈ 4 സബ്ജക്റ്റിന്റെയും സ്ട്രാറ്റജി നമ്മുടെ ആസ്പിറൻസിന് വേണ്ടിയിട്ട് വേണം. ഇപ്പൊ തന്നെ പറഞ്ഞു, ആദ്യം ഞാൻ മാത്സിന് ഷോർട്ട് കട്ട്സിന്റെ പുറകിനാണ് പോയത്. പക്ഷെ എനിക്ക് പ്രിലിംസ് അതുകൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. സോ കോൺസെപ്റ്റ്സ് എല്ലാം നന്നായിട്ട് പഠിച്ചു. എന്നിട്ടാണ് പിന്നെ മുന്നോട്ടേക്ക് എന്ത് ചെയ്തത്? സ്പീഡും ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ ക്വാണ്ടിന്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എനിക്കൊന്ന് സ്ട്രോങ് സബ്ജക്ട് ക്വാണ്ട് ആണ് അല്ലേ രാഹുലിന്റെ? അപ്പൊ എങ്ങനെയായിരുന്നു ക്വാണ്ട് സ്ട്രോങ് ആക്കാനായിട്ട് നമ്മുടെ ആസ്പിറൻസിനോട് എന്താണ് രാഹുലിന് പറയാനുള്ളത്? കോണ്ട് ആദ്യം നമ്മൾ ഓരോ ടോപ്പിക് എടുത്തു അതിൻ്റെ ആദ്യം കൺസെപ്റ്റ് ഫുൾ ക്ലിയർ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഷോർട്ട് കട്ട്സ് ഒക്കെ പോയി പഠിക്കാൻ. അപ്പം നമുക്ക് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്യാൻ പറ്റും.
ക്വാണ്ടിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ഏരിയ ഏതാണ്, അല്ലെങ്കിൽ സ്ട്രോങ് ഏരിയ ഏതായിരുന്നു ക്വാണ്ടിൽ, അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ രാഹുലിനെ സഹായിച്ച ഒരു ടോപ്പിക് ഏതാ? ഞാൻ ഡി എ ചെയ്യുമായിരുന്നു. അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഞാൻ ഡി എ അത്യാവശ്യം എടുത്ത് ലോജിക്കൽ ഡി എ ആയാലും എല്ലാ ദിവസവും ചെയ്യുമായിരുന്നു. ഈ പ്രിലിംസ് പഠിച്ചു തുടങ്ങുമ്പം കുറച്ച് ഈസി ടോപ്പിക്സും ഉണ്ട്, ഹാർഡായിട്ടുള്ള ടോപ്പിക്സും ഉണ്ട്. അത് ഈസി ടോപ്പിക്സ് വരുന്നതാണ് പാർട്ട്ണർഷിപ്പ്, ഏജസ് ഒക്കെ. പക്ഷെ അത് മെയിൻസിലോട്ട് വരുമ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പക്ഷേ ഈ SIC, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഒക്കെ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലെ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസിന് ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ഉള്ളൂ. അത് നമുക്ക് മിനിമം ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി. അപ്പം മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രാക്ടീസ് ചെയ്തത്. അപ്പം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണ്. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഏതാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ ക്വാണ്ടിൽ എല്ലാവരും ചോദിക്കുന്നതാണ്, നമ്മൾ ഈ ടേബിൾസും സ്ക്വയറും ക്യൂബും ഒക്കെ കാണാതെ പഠിക്കണം. രാഹുൽ ടേബിൾസ് ഒക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. എത്ര വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു? 1 to 20 വരെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൈം നമ്പേഴ്സിന്റെ ടേബിൾസിന് 23, 29 ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ക്വാഡ്രാറ്റിക് ചെയ്യുമ്പോൾ യൂസ് ആവും. ഓക്കെ, അതേപോലെ സ്ക്വയർ, ക്യൂബ്? അത് സ്ക്വയറും 30 വരെ പഠിച്ചിട്ടുണ്ട്, ക്യൂബും 20 വരെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓഫ്ലൈനിലൊക്കെ നമ്മളിങ്ങനെ ടേബിൾസ് ഒക്കെ ഇവരോട് ചോദിക്കും. അപ്പോൾ ഈ ടേബിൾസ് ഒക്കെ പഠിക്കാൻ അങ്ങ് മടിയാണ്. ഈ ടേബിൾസ് പഠിക്കണോ, ചെയ്താൽ പോരെ? പക്ഷേ ആ ടേബിൾസ് ഒക്കെ പഠിക്കുമ്പോൾ അത്രയും സ്പീഡ് ആകാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. സ്പീഡും ആക്യുറസിയും ഒരേപോലെ വേണ്ട ഒരു എക്സാം ആണ് നമ്മുടെ ബാങ്ക് എക്സാം. സോ അതുകൊണ്ട് തന്നെ ക്വാണ്ട് ഇച്ചിരും കൂടെ സ്ട്രോങ് ആക്കാൻ ഈ ടേബിൾസും അല്ലെങ്കിൽ സ്പീഡ് മാത്സ് ഇച്ചിരും കൂടെ നമ്മുടെ സ്ട്രോങ് ആക്കുക, അല്ലേ? ഈ അടുത്ത എൻ്റെ സബ്ജക്റ്റ് ആണ്. നമ്മുടെ ബാങ്ക് എക്സാമിനാണ് റീസണിങ് ഏറ്റവും കൂടുതൽ ടഫായിട്ട് ചോദിക്കുക. ബാക്കി ഏത് എക്സാംസിന് വെച്ച് നോക്കിയാലും ടഫായിട്ട് ചോദിക്കുന്നത് ബാങ്ക് എക്സാമിനാണ്. റീസണിങ് എങ്ങനെയാണ് രാഹുൽ സ്ട്രോങ് ആക്കിയത്? റീസണിങ് പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും രാഹുലിന്റെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? ക്ലാസ്സസ് ഒക്കെ ഫോളോ ചെയ്യുമായിരുന്നു? എങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? റീസണിങ് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അത്യാവശ്യം ഒരു ബേസ് ഉണ്ടായിരുന്നു പ്രിലിംസിന്. പിന്നെയാണ് ഞാൻ മെയിൻസ് പഠിച്ചു തുടങ്ങുന്നത്. അത് മിസ്സിന്റെ ക്ലാസ് കൊണ്ടാണ് ഞാൻ മെയിൻസ് പഠിച്ചത്. ഈ പസിലൊക്കെ 5 മിനിറ്റ് ചെയ്യണമെന്നൊക്കെ പറയും. അത് വായിച്ചെടുക്കുമ്പോൾ തന്നെ എനിക്ക് 5 മിനിറ്റ് ആവും. പിന്നെ കണ്ടീഷൻ മാർക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഒട്ടും പ്രോപ്പറായിട്ടല്ലായിരുന്നു കണ്ടീഷൻസ് ഒക്കെ മാർക്ക് ചെയ്യുന്നത്. റാൻഡമായിട്ട് എഴുതുമായിരുന്നു. പിന്നെ അത് അറേഞ്ച് ചെയ്ത് എഴുതാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കുറച്ച് ചെയ്ത് തന്നപ്പോൾ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ പസിൽസ് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് റീസണിങ്ങിന് മെയിൻസിന് ഹൈ ലെവൽ പസിൽസ്, ഇപ്പം തന്നെ ഞാൻ ആദ്യം ക്ലാസ്സുകളിലൊക്കെ എപ്പോഴും ലൈവിലാണെങ്കിൽ പോലും ആ ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം, ഞാൻ തന്നെ ക്ലാസ്സിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്, ഈ 5 മിനിറ്റിൽ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടില്ല. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഹൈ ലെവൽ പസിൽസ് ഒക്കെ ബുദ്ധിമുട്ടുള്ള ആസ്പിറൻസിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഡെയിലി ബേസിസിൽ, ഇപ്പം രാഹുൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമ്മൾ കണ്ടീഷൻസ് എഴുതുന്നത് വളരെയധികം ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ മെർജ് ചെയ്ത കണ്ടീഷൻസ് എഴുതുക എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. സോ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷിന് എന്താണ് രാഹുൽ ചെയ്തത്? ഇംഗ്ലീഷ് ഞാൻ ഫസ്റ്റ് തൊട്ട് എഡിറ്റോറിയൽ വായിച്ചു തുടങ്ങുമായിരുന്നു. പിന്നെ ഒരു 10 പുതിയ വേർഡ്സ് പഠിക്കുമായിരുന്നു, ഡെയിലി പഠിക്കുമായിരുന്നു. പക്ഷേ എന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ശ്രമിക്കുമായിരുന്നു ചെയ്യാൻ. പിന്നെ മോക്ക് എടുക്കുമ്പോഴും നല്ല രീതിയിൽ ഇംഗ്ലീഷിന് ഞാൻ ടൈം കൊടുത്ത് അനലൈസ് ചെയ്യുമായിരുന്നു. മീനിങ്സ് ഒക്കെ എഴുതിയെടുക്കുമായിരുന്നു, ഗ്രാമർ റൂൾസ് നോക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു വീക്ക് സ്പോട്ട് ഗ്രാമർ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. ബാക്കിയൊക്കെ ഒരു റീഡിങ് സ്പീഡിലിരിക്കുമൊക്കെ. ഈ ഗ്രാമർ റൂൾസ് മാറ്റി വെച്ചാൽ ബാക്കി എഡിറ്റോറിയൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഗ്രാമർ റൂൾസിന് സെപ്പറേറ്റ് ഞാൻ കുറച്ച് റൂൾസ് ഒക്കെ പഠിച്ചു വെച്ചായിരുന്നു. അത് പ്രിലിംസിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെയിൻസ് വരുമ്പം കുറച്ചുകൂടെ ഒരു ലെവലുള്ള ഗ്രാമർ ക്വസ്റ്റ്യൻസാണ്. അത് ഞാൻ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ നോക്കുമായിരുന്നു. ഇപ്പൊ എഡിറ്റോറിയലിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം സ്റ്റാർട്ടിങ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഈ എഡിറ്റോറിയൽ വായിക്കുമ്പോൾ കുറേ സമയം എടുക്കില്ലായിരുന്നു. അതപ്പോൾ ഡെയിലി വായിച്ചു വന്നപ്പോൾ ആ ടൈം ഒക്കെ കുറഞ്ഞു വന്നു, അതായത് എഡിറ്റോറിയൽ മനസ്സിലാകാൻ എടുക്കുന്ന സമയമൊക്കെ കുറഞ്ഞു വന്നു. ഞാൻ ആ കൺസിസ്റ്റൻസിയെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ വായിക്കുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് വരും. ഇത് കണക്ക് തന്നെ ഇപ്പോൾ ഒരു RC മെയിൻസ് RC സോൾവ് ചെയ്യുവാണെങ്കിൽ ഒരു സെന്റൻസിലുള്ള എല്ലാ വാക്കുകളും നമുക്ക് അറിയണമെന്നില്ല. പക്ഷെ അതെന്തോ ഐഡിയ ആണ് കൺവേ ചെയ്യുന്ന, അത് മാത്രം മതി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഓക്കെ, അതേപോലെ തന്നെ രാഹുൽ ഇപ്പോൾ പറഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്യായിരുന്നു. അപ്പം മെയിൻസിന് ശരിക്കും ഈ ഒരു സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? അതിനെ പറ്റിയിട്ട് എന്താ നമ്മുടെ ആസ്പിറൻസിനോട് പറയാനുള്ളത്? എനിക്കത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആക്യുറസി നല്ല രീതിയിൽ വെട്ടം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. ഞാൻ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒരു 5 ക്വസ്റ്റ്യൻസോളം കാണും. അതെല്ലാം ഞാൻ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കും. ബാക്കിയൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു.
ഇപ്പൊ രാഹുലിന്റെ സ്ട്രോങ് ഏരിയ ഏതാണ് അല്ലെങ്കിൽ വീക്ക് ഏരിയ ഏതാണെന്ന് രാഹുലിനെ ശരിക്കും മനസ്സിലാക്കാൻ സഹായിച്ചത് മോക്ക് ടെസ്റ്റ് ആണോ, അല്ലെങ്കിൽ രാഹുൽ എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നത്? ഡെയിലി ബേസിസിൽ പ്രിലിംസിന്റെ ചെയ്യുമായിരുന്നോ അല്ലെങ്കിൽ മെയിൻസിന്റെ? എങ്ങനെയാണ് രാഹുലിന്റെ ഒരു മോക്ക് ടെസ്റ്റ് സ്ട്രാറ്റജി എന്നുള്ളത് നമ്മുടെ ആസ്പിറൻസിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യും? തുടങ്ങി ഒരു 6 months ഫുള്ള് ഞാൻ പ്രിലിംസിന്റെ മോക്ക് ഡെയിലി ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഇംഗ്ലീഷ് ഒരുവിധം സ്ട്രോങ് ആയി കിട്ടിയത്. പിന്നെ നെക്സ്റ്റ് ഇയർ തൊട്ട് ഞാൻ എക്സാം ഡേറ്റ് വന്ന് അതിൻ്റെ ഒരു 2 weeks മുമ്പ് ഞാൻ മോക്ക് ചെയ്തു തുടങ്ങും. അപ്പം ഡെയിലി ഒരു 2 മോക്കൊക്കെ വെച്ച് ചെയ്യുമായിരുന്നു. അപ്പം നമ്മളെ സ്പീഡ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് ആ എക്സാം ആകുമ്പോൾ നമുക്ക് സ്പീഡായി കിട്ടും. ബാക്കിയുള്ള സമയം ഫുള്ള് ഞാൻ മെയിൻസ് ആയിരുന്നു പഠിക്കുന്നത്. മെയിൻസിന്റെ ഫുൾ ലെങ്ത് മോക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതോ സെക്ഷണൽ മോക്കാണോ? ഏതാണ് രാഹുലിന് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ രാഹുൽ ചെയ്തത് എന്താണ്? ഞാൻ ഫുൾ ലെങ്ത് ഇതുവരെ മെയിൻസ് മോക്ക് ചെയ്തിട്ടില്ല, പക്ഷെ സെക്ഷണൽ ചെയ്യുമായിരുന്നു. ഈ പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ സെക്ഷണൽ ചെയ്യുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് വരും. കോണ്ടോ അത് കണക്കുണ്ട്. റീസണിങ് ചെയ്യുക. ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ മെയിൻസിന് ഡെയിലി ബേസിസിൽ സെക്ഷണൽ എടുക്കുക. എല്ലാ സബ്ജക്റ്റിന്റെയും പറ്റിയില്ലെങ്കിലും അതാത് ദിവസം ഓരോ സബ്ജക്റ്റിന്റെ എന്തെങ്കിലും മെയിൻസിന്റെ സെക്ഷണൽസ് എടുത്താൽ അത് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് രാഹുലിന്റെ ഈ ഒരു വിജയം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മൾ ക്വാണ്ട് പറഞ്ഞു, റീസണിങ് പറഞ്ഞു, ഇംഗ്ലീഷ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഒരു ഗെയിം ചേഞ്ചർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അതെങ്ങനെയാണ് രാഹുൽ, അല്ലെങ്കിൽ രാഹുലിന് ഈസി ആയിരുന്നു ആ ഒരു സബ്ജക്ട്? അതെങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ടാക്കിൾ ചെയ്തത്? കറണ്ട് അഫയേഴ്സ് എൻ്റെ ഒരു വീക്ക് സബ്ജക്റ്റ് ആയിരുന്നു. അതൊരു 6 months ഞാൻ അത് പഠിച്ചിട്ടില്ല കറണ്ട് അഫയേഴ്സ്. പിന്നെ പഠിച്ചു തുടങ്ങിയപ്പം ഒരു ദിവസം പഠിക്കുന്ന പിറ്റേ ദിവസം എടുത്തു നോക്കുമ്പോൾ പഠിച്ച ഓർമ്മ പോലും കാണത്തില്ല. പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെയിലി ഞാൻ രാവിലെ പഠിക്കുമായിരുന്നു. രാവിലെ തന്നെ ഞാൻ കറണ്ട് അഫയേഴ്സിന് ഒരു 1 hour ടൈം ഞാൻ മാറ്റി വയ്ക്കുമായിരുന്നു. അങ്ങനെ പഠിച്ച് അങ്ങനെ വലിയ സ്കോറൊന്നും മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇമ്പ്രൂവ് ആയി. ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിരുന്നോ അതോ വീക്കിലി ആണോ അതോ മന്ത്ലി PDF ആണോ? എന്താണ് രാഹുല് പഠിക്കാൻ യൂസ് ചെയ്തത്? ഞാൻ മന്ത്ലി PDF എടുത്ത് മാക്സിമം ഡെയിലി പഠിക്കാൻ നോക്കുമായിരുന്നു. 2024 കറണ്ട് അഫയേഴ്സ് പഠിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആ ഒരു റീസൺ കൊണ്ടാണോ ഒരു പക്ഷേ നമുക്ക് SBI ക്ലർക്ക് 2024 ക്രാക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്? SBI ക്ലർക്ക് ഞാൻ റാൻഡമായിട്ട് ഈ SBI ക്ലർക്ക് പ്രിലിംസ് കിട്ടിയിട്ടാണ് ഞാൻ ഇത് കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങിയത്. അതെന്ന് വെച്ചാൽ ബൾക്കായിട്ടൊരു PDF 6 months PDF ഇമ്പോർട്ടൻറ്റ് PDF എന്ന് പറഞ്ഞൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പ്സിലൊക്കെ വരും. അതെടുത്താണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. പക്ഷെ അത് പഠിച്ച് ചെന്ന് എഴുതുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെ കണ്ട ഒരു ഓർമ്മ കിട്ടും, പക്ഷെ ഒന്നും നമുക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടത്തില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു നല്ല നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് എനിക്ക്. പിന്നെയാണ് ഞാൻ ഡെയിലി പഠിച്ചു തുടങ്ങിയത്. 2024 ആകെ SBI ക്ലർക്കിന്റെ പ്രിലിംസ് മാത്രമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ പ്രിലിംസ് വരെയും അല്ലെങ്കിൽ പ്രിലിംസിന്റെ റിസൾട്ട് വരുന്നത് വരെയും മെയിൻസിന് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു റീസൺ ആണ് 2024 എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പ്രിലിംസിന്റെ റിസൾട്ട് വന്ന് 1 മാസം 1.5 മാസത്തിൽ നമുക്ക് മെയിൻസ് ഉണ്ടാകും. 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആ ഒരു സമയത്ത് പഠിച്ചെടുക്കാൻ പറ്റില്ല. പിന്നീട് രാഹുൽ അതാത് ദിവസം ഓരോ ദിവസവും കറണ്ട് അഫയേഴ്സിന് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വർഷം 4 എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. ഇതെല്ലാവരും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഷോർട്ട് കട്ട്സ് അല്ല, നമ്മൾ ഇടുന്ന എഫേർട്ടാണ് എല്ലാത്തിനുമുള്ള ഒരു റീസൺ. നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണി എന്ന് പറയുന്നത് ഒരു ടഫ് ജേർണിയാണ് ശരിക്കും, അല്ലെ? ഇപ്പൊ 2024 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ആ ഇയർ ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ 2025 പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമുക്ക് കുറേ അധികം ലോവസ്റ്റ് മൊമെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്? കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുമെന്ന ഇതിന്റെ മെയിൻ ഇത്. നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ വലിയ IQ കാര്യങ്ങളൊന്നും വേണ്ട. കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി പഠിക്കുവാണെങ്കിൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ കുറെ അധികം ആസ്പിറൻസ് ക്ലർക്ക് മാത്രം ഫോക്കസ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ക്ലർക്ക് മതി, PO വേണ്ട. നമ്മുടെ ബാങ്ക് എക്സാമിന് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ സിലബസും ഒരുപാട് പരീക്ഷകളുമാണ്. അപ്പൊ രാഹുൽ എല്ലാ എക്സാംസും എഴുതുമായിരുന്നു, എങ്ങനെയായിരുന്നു? ഇല്ല, ഞാൻ ഫസ്റ്റ് 2024 തുടങ്ങിയപ്പം ഫസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ RRB PO അത് PO അല്ലേന്ന് പറഞ്ഞ് ഞാൻ അയച്ചില്ല. ക്ലർക്ക് മാത്രമാണ് ആ വർഷം ഫുൾ അയച്ചത്. പക്ഷെ 2025 RRB PO ചെന്ന് എഴുതിയപ്പം മെയിൻസ് എഴുതി. അപ്പം അത് ഈ 2 ഓപ്ഷൻ ഉണ്ട്, ഇംഗ്ലീഷ് ഓർ ഹിന്ദി. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താലേ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ കുറച്ച് ടൈം 1 മിനിറ്റോളം ടൈം പോയി. പക്ഷെ 2024 അത് എഴുതിയെങ്കിൽ നമുക്ക് ആ ഒരു ഫെമിലിയർ ആയിരുന്നു ഇതിനെ പറ്റിയൊക്കെ. ഈ 4 എക്സാംസ് ക്രാക്ക് ചെയ്തല്ലോ, രാഹുൽ എന്തായിട്ടാ ജോയിൻ ചെയ്യാൻ പോകുന്നത്? ഞാൻ RRB PO. ഓക്കെ, എന്താ RRB PO ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, RRB POയ്ക്ക് നമുക്ക് PO ആയതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? RRB PO നമുക്ക് വേറെ അതർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഇല്ല, നമുക്ക് നമ്മളെ നാട്ടിൽ തന്നെ നിൽക്കാം. പിന്നെ കുറച്ചുകൂടെ വർക്ക് ലൈഫ് ബാലൻസ്
മറ്റ് ബാങ്കുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇന്റർവ്യൂവിന് ബേസിക് ആയിട്ടുള്ള ബാങ്കിങ് അവയർനെസ്സാണ് ചോദിക്കുന്നത്. നെഫ്റ്റ് എന്തുവാ, RTGS എന്തുവാ, ബാങ്ക് എന്തുവാ, ബാങ്കിങ് എന്തുവാ, അങ്ങനെ എൻ്റെ കൂടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഈ RRBPOയുടെ ഇന്റർവ്യൂ ഫുള്ള് മലയാളത്തിലായിരിക്കും ചോദിക്കുന്നത്. ഒരു 5 മിനിറ്റ്സിന്റെ അകത്ത് വെച്ച് തന്നെ അത് കഴിയും. അപ്പൊ RRBPOയ്ക്കാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ RRBPOയ്ക്ക് എത്രയുണ്ടായിരുന്നു, മെയിൻസിന്റെ സ്കോർ എത്രയുണ്ടായിരുന്നു? 102. എനിക്ക് തോന്നുന്നു നമ്മുടെ കട്ട് ഓഫ് 73 ആയിരുന്നു അല്ലെ? അപ്പൊ ഒരു 25+ മാർക്കിന്റെ തന്നെ ഡിഫറൻസ് കട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. സോ അത്രയും മാർക്ക് വന്നത് കൊണ്ട് തന്നെയാണ് രാഹുലിന് RRBPO ആകാനായിട്ട് പറ്റിയത്. സോ ആ ഒരു അത്രയും ഒരു സ്കോർ കിട്ടാൻ രാഹുലിനെ സഹായിച്ച ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് രാഹുൽ കരുതുന്നത് എന്താ? ഈ SBI ക്ലർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു RRBPO. SBI ക്ലർക്കിന് ഇംഗ്ലീഷ് നല്ല ടഫായിരുന്നു. അപ്പോൾ ആ എക്സാം കഴിഞ്ഞ് എനിക്ക് നല്ല പാടായിരുന്നു. ആ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇംഗ്ലീഷിന് കുറച്ചുകൂടെ സമയം കൊടുത്ത് നല്ല രീതിയിൽ പഠിച്ച് അതെനിക്ക് RRBPOയ്ക്ക് നല്ല യൂസ്ഫുള്ളായി. അതുകൊണ്ടാണ് ഇത്രയും സ്കോർ കയറാൻ കാര്യം. അപ്പൊ നമ്മുടെ വീക്ക് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കുക, അത് നന്നായിട്ട് വർക്ക് ചെയ്യുക. അത് തന്നെയാണ് രാഹുല്, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളിലെല്ലാം പറഞ്ഞത്. രാഹുലിന്റെ വീക്ക് പോയിന്റ്സ് എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി. നമുക്ക് നമ്മളെ നന്നായി അനലൈസ് ചെയ്യാൻ പറ്റണം, അതിനനുസരിച്ച് മുന്നോട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ 4 എക്സാംസ് ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞ രാഹുലെ അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ ഇതേപോലെ തന്നെ ഒരു ബാങ്കർ ആകണം എന്ന് സ്വപ്നം കാണുന്ന ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്, ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് നമുക്കും വരാറുണ്ട്. അപ്പൊ ഇവരോടെല്ലാം അവർക്ക് അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ ഒരു 3 കാര്യം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പറയാൻ പറഞ്ഞ രാഹുൽ എന്ത് പറയും അവരോട്? നമ്മൾ ഏറ്റവും ആദ്യം വേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക. നമ്മളിപ്പോൾ 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ഇരുന്നാലും കുഴപ്പമില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുക, പിന്നെ ഗീവ് അപ്പ് ചെയ്യരുത്, കിട്ടുന്നവരെ പഠിക്കണം. കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക് ആൻഡ് നെവർ ഗിവ് അപ്പ്, ഈ 3 കാര്യമാണ് രാഹുൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഇത് 3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബാങ്ക് എക്സാം ആണെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സൈലം ബാങ്കിങ്ങിൽ രാഹുലിന് ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു കാര്യം എന്തായിരുന്നു? അല്ലെങ്കിൽ സൈലം ബാങ്കിങ്ങിൽ ഓൺലൈൻ ക്ലാസ് എടുത്തതിൽ നിന്ന് രാഹുലിനെ ഏറ്റവും കൂടുതൽ രാഹുലിനെ സഹായിച്ച ഒരു കാര്യം എന്താ? ഇപ്പം മിസ്സിന്റെ ക്ലാസ്സിൽ തന്നെ കയറുമ്പം മിസ് ടൈമർ ഇട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പം അത് ഈ കമന്റ് സെക്ഷനിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ ഇടുന്നതാണ്. ആദ്യമൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പം തന്നെ ഈ കമന്റ് സെക്ഷനിൽ ആൻസർ കാണും. അപ്പം ഞാനും ആ സ്പീഡിലോട്ട് എത്താൻ പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു ഓൺലൈൻ ക്ലാസ് ആയാലും ഒരു കോമ്പറ്റീഷൻ മനസ്സിലാവും ബാങ്കിങ്ങിനുള്ള. ഇപ്പം രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മനഃപൂർവ്വമാണ് ടൈമർ ഇടുന്നത്. ശരിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ ആ ടൈമർ ഇട്ടിട്ട് ഞാനിപ്പം ചില സിലോജിസം ക്വസ്റ്റ്യൻസിനൊക്കെ 20 സെക്കൻഡ് ആയിരിക്കും സമയം കൊടുക്കാം. ഈ 20 സെക്കൻഡിൽ ആൻസർ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനത് ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് പറയാറുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ പഠിച്ചിട്ട് ആ ടൈമിൽ തന്നെ ആൻസേഴ്സ് വരുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് എനിക്ക് വരും, മിസ് ആ ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ രാഹുലിന് ആദ്യം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ക്ലാസ്സിൽ വന്നതുകൊണ്ട് ഇന്നിപ്പോ ഇവിടെ എന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റി. അപ്പൊ ഇത് തന്നെയാണ് ശരിക്കുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രാഹുൽ ഒത്തിരി സന്തോഷം. ഇപ്പൊ എന്തായാലും RRBPO ആയിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇനിയും ഒരുപാട് ഉയരത്തിൽ രാഹുലിന് എത്താൻ പറ്റട്ടെ. ഇപ്പൊ ഈ ഉള്ള ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് മെന്റാലിറ്റി രാഹുലിന്റെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് രാഹുലിനെ സഹായിക്കട്ടെ. സോ ഒത്തിരി സന്തോഷം ഇവിടെ വന്നതിനും നമ്മളുമായിട്ട് എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യുന്നതിനും. So wish you all the very best. നമുക്ക് വീണ്ടും കാണാം.